ഞാൻ നല്ല റൂട്ടിൽ ബസ് ഓടിയിട്ടുണ്ട്. നല്ല റൂട്ടിൽ ബസ് ഓടുന്നതിനും ഒരു ചെലവുകൾക്കുമായി 1 ലക്ഷം രൂപ ചെലവുണ്ട്. ഇത് എനിക്ക് പോക്കറ്റഡ് ആയിരുന്നു പരിപാടി നടത്താതെ. പക്ഷെ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവര് വന്ന എക്സ്പീരിയൻസ് പറഞ്ഞ എല്ലാം നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് രാജു ഡേവിസ് ഞാൻ കേട്ടു. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സ്പോട്ടഡ് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. അവരൊക്കെ വേറെ ഒരു രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ് അവർക്ക്. അടിപൊളി. അതാണ് പാകിസ്ഥാനിലേക്ക് പോകണം. അതാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഇതിലത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഡോക്ടർ രാജു ഡേവിസ് എന്നാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ സ്കൂളിന്റെ ഉടമ. ആ ഉടമ പറയുന്ന ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഇന്ന് ബസ് അയക്കാൻ വേണ്ടി ചെലവഴിക്കണമെന്നേ ഇല്ലയോ? എന്താ പോയി ചെലവഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെലവഴിച്ചപ്പോൾ പല കുട്ടികളും സ്കൂളിലേക്ക് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടി വന്നില്ല. ഡോക്ടർ രാജു ഡേവിസ്, ഡോക്ടറേറ്റ് എന്തിലെടുത്തെന്ന് അറിയില്ല, എന്നാലും ഡോക്ടർ രാജു ഡേവിസ് താങ്കൾ അടക്കമുള്ള ഇത്തരം മനോഭാവമുള്ള, അതായത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടി സ്കൂളിൽ എത്തിയില്ലെങ്കിൽ നേരെ പാകിസ്ഥാനിലേക്ക് പോകണം. എന്നാ വേറെ രാജ്യത്തേക്ക് ഒന്നും പോകാൻ പാടൂലേ? പാകിസ്ഥാനിലേക്ക് എന്നെ പോണ ഇതിലൊക്കെ ആവട്ടെ. രാജു ഡേവിസിന്റെ അഭിപ്രായ പ്രകാരം പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്നാൽ വേറെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യദിനം സ്കൂളിൽ പോയി തന്നെ ആഘോഷിക്കണമെന്ന് എവിടെയും നിയമമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് എവിടെ വെച്ചിട്ടും നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം. നാട്ടില് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം, വായനശാലകൾ ഉണ്ടായിരിക്കാം, അങ്കണവാടികൾ ഉണ്ടായിരിക്കാം, ഇല്ലയോ, ക്ലബ്ബുകൾ ഉണ്ടായിരിക്കാം. ഇവരൊക്കെ പല രീതിയിൽ ഈ ആഘോഷം കൊണ്ടാടാറുണ്ട് അല്ലേ? അപ്പൊ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ നമുക്കിത് ആഘോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില സംഖ്യ മനസ്സുള്ള ആളുകളാണ്. ഡോക്ടർ രാജു ഡേവിസ് പറയുന്നത് ഇത്തരം ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം. ചില ആളുകൾ വന്നില്ല എന്ന് പറയുന്നത്. ഏതാണ് ആ ചില ആളുകൾ എന്ന് കൃത്യമായിട്ടും കണക്കെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? മിക്കവാറും ചിലപ്പോൾ വരാതിരുന്ന ആളുകളില് 1, 2, 3, ചിലപ്പോൾ 10 പേര് വന്നിട്ടില്ലെങ്കിൽ അതിലത്തെ 3-4 പേരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടുകൂടിയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇദ്ദേഹം അടക്കമുള്ള ആളുകള് ഇവരൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്നത്. ഡോക്ടർ രാജു ഡേവിസ് ഈ വരാതിരിക്കുന്ന ആളുകൾ ഹിന്ദുക്കളാണെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങൾ പാകിസ്ഥാനിൽ പോ എന്ന് പറയില്ല. ഇദ്ദേഹം പൈസ ചെലവാക്കിയ കണക്കൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നു രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ? ഇത്തരത്തിലുള്ള സംഖ്യ മനസ്സുള്ള, ഇത്തരത്തിൽ വളരെ മോശം ചിന്താഗതിയുള്ള, ഡോക്ടറേറ്റൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ അസാരം വിവേകമില്ലാത്ത ഇത്തരം ആളുകളുടെയൊക്കെ സ്കൂളിൽ നിങ്ങൾക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ ലെവലേശം ബോധമില്ലേ? ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? വല്ല സാമൂഹ്യ രാഷ്ട്രീയ ബോധമുണ്ടാവോ? ഒരല്പമെങ്കിലും ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് ഒരു നാണമില്ലാതെ ഇത്രക്കാരുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങളെയാണ് ചാട്ട കൊണ്ട് പടക്കേണ്ടത്. അത്തരം രക്ഷിതാക്കളെയാണ് ചാട്ട കൊണ്ട് പടക്കേണ്ടത്. എന്തായാലും ബാക്കി കേക്ക്. എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണം. ഇന്ത്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് നായി തീർന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീർന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ നൽകുന്നില്ല. അപ്പൊ അവരങ്ങനെ ധിക്കാരികളാണോ? മുൻകൂട്ടി തീരുമാനിക്കുന്നു. അവരൊക്കെ ഇങ്ങനെ ധിക്കാരികൾ മോശക്കാരമായി തീർന്നതിന്റെ കാരണം ഇങ്ങനത്തെ അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാത്തതുകൊണ്ടാണ്. എന്റെ പൊന്നു സാറേ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സ്കൂളിൽ വന്നാൽ മാത്രമാണോ സ്വാതന്ത്ര്യദിന ആഘോഷമാവുള്ളൂ? നാട്ടിലത്തെ വായനശാലുമായി ചേർന്നുകൊണ്ട്, നാട്ടിലത്തെ ക്ലബ്ബുമായി ചേർന്നുകൊണ്ട്, ഇനി അതൊന്നും വേണ്ട, കുട്ടികൾ തന്നെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ആഘോഷിക്കട്ടെന്നേ. ഇത് സ്വാതന്ത്ര്യമുള്ള നാടാണ്, അതല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ എവിടെ വെച്ചിട്ടും ഇത് ആഘോഷിക്കാമെന്നുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട് നമ്മൾക്ക് എന്നുള്ള കാര്യമൊന്നും താങ്കൾക്കൊന്നും അറിയില്ലേ? നിങ്ങൾ ബസ് അയച്ചാൽ അതിൽ കയറി പോകണമെന്ന് എന്ത് തിട്ടൂരമാണത്? എന്ത് നിർബന്ധമാണിത്? അങ്ങനെ പോയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കുമോ? ആ കുട്ടികളെ പരാജയപ്പെടുത്തുമോ? ഇനി എന്തായാലും ആ രക്ഷിതാക്കൾ അവിടെ പോയിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് ഒന്നും കൊടുത്താൽ പോരാ, കാര്യം പറഞ്ഞിട്ട് മാത്രം കയറിയാൽ മതി എന്നാണ് വേണ്ടത്. എത്ര പേരാണോ പകുതി പേരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പകുതി പേര് നേരെ ചെല്ലുക. അടച്ച പൈസ നാളെ ഞങ്ങൾ പോവാണ്, ചാറ്റാട്ടാ, ഞങ്ങൾ വേറെ ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങ് പോയി ചേർന്നോളാം എന്ന് പറയാൻ ആർജവം ഉണ്ടാവണം. ഞാൻ അതൊക്കെ പറയുള്ളൂ. ഇത് അത്തരത്തിലൊരു ബോധമൊന്നുമില്ല. എന്തായാലും ഇന്ന് ഓടിയ വണ്ടി നാളെ പാകിസ്ഥാനിലേക്ക് പോകട്ടെ.
ഇവനൊക്കെ നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. ഈ പാകിസ്ഥാൻ മാറ്റിയിട്ട് അമേരിക്ക ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആക്കിയാലും മതി അല്ലേ? ബസ്സിന്റെ ഫീസ് കുട്ടികളല്ലേ കൊടുക്കുന്നതെന്ന് വേറൊരു കമന്റ് ആണല്ലോ അല്ലേ? സ്വാതന്ത്ര്യദിന സന്ദേശം പ്രസംഗം പഠിച്ചു വന്ന് കുട്ടികൾക്ക് മുന്നിൽ ഷൈൻ ചെയ്യാൻ നോക്കിയതാണ്, പാളിപ്പോയി. അടച്ചോനെ, നമ്മുടെ രാജ്യം സ്വതന്ത്ര അധികാരമുള്ള, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്വാതന്ത്ര്യം ആഘോഷിക്കാം. ഞാൻ ആഘോഷിച്ചായിരുന്നു ഇന്നലെ വായനശാലയിൽ വെച്ചിട്ട്. പല രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഓഫീസിൽ വെച്ചിട്ടൊക്കെ സ്വാതന്ത്ര്യം ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ഓഫീസിന്റെ മുമ്പിലും ആ കൊടി ഉയർത്തും. നമ്മുടെയൊക്കെ കാറിലൊക്കെ നമ്മൾ ആ കൊടി വയ്ക്കും, ബൈക്കിലൊക്കെ കെട്ടിവെച്ചു പോവും ഇല്ലേ? കുട്ടികളൊക്കെ ആ കൊടിയും തൂക്കിക്കൊണ്ടിങ്ങനെ പാഞ്ഞു കളിക്കും. എന്തൊരു സന്തോഷമായിരിക്കും. അങ്ങനെ ആനന്ദകരമായി തീരേണ്ട ഒരു സംഭവത്തെ ഇങ്ങനെ സംഖ്യവൽക്കരിക്കുന്നെങ്കിൽ ഇത് ഏതോ കൃസംഖ്യ തോന്നുന്നുണ്ട്. എന്തായാലും കേക്ക്. അതിന്റെ ദേഷ്യം, ഈ പണം നഷ്ടമായതിന്റെ ദേഷ്യവും കുട്ടികൾ കുറഞ്ഞു പോയതിന്റെ ദേഷ്യത്തിലുമാണ് അദ്ദേഹം പാരന്റ്സിന്റെ, രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഒരു സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, തനിക്ക് ഇത്ര രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഈ വരാത്ത കുട്ടികളൊന്നും ഇവരൊന്നും ഇവിടെ ജീവിക്കാൻ യോഗ്യരല്ല എന്നാണ് പറയുന്നത്. ഈ യോഗ്യരല്ലാത്ത കുട്ടികളൊക്കെ വേണമെങ്കിൽ ഹാഷ്മി പറഞ്ഞ പോലെ അമേരിക്കയിലൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് ഗൾഫിലേക്കൊക്കെ പോകാൻ പറയാം. പക്ഷേ ഇദ്ദേഹം വളരെ കൃത്യമായി രാജ്യദ്രോഹികളെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നാണ് പറയുന്നത്. തന്റെ മുമ്പിരിക്കുന്ന കുട്ടികളെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിക്ക് സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്ന പേരിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകണം, അവർ രാജ്യദ്രോഹികളാണെന്നൊക്കെ ചാപ്പ കുത്താൻ ഈ ഡോക്ടർ രാജു ഡേവിസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉടമ തയ്യാറാകുന്നുവെങ്കിൽ എന്ത് തരം മനസ്സാണ് ആ ഒരു ഡോക്ടർ രാജു ഡേവിസിന് ഉണ്ടാവുക? ഇനി ആ വരാത്ത കുട്ടികളോട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ഇദ്ദേഹം പെരുമാറുക എന്നൊക്കെ രക്ഷിതാക്കൾ, നാട്ടുകാരൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബബായ്. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ബബായ്.